എനിക്ക് പുറകിൽ കാണുന്നതാണ് കർണാടകയുടെ നിയമസഭാ മന്ദിരം. തൊട്ടപ്പുറത്ത് തന്നെ വികാസ സൗധ അഥവാ സെക്രട്ടേറിയറ്റുമുണ്ട്. കേരളത്തിലെ ഒരു സാഹചര്യം എടുത്താൽ സെക്രട്ടേറിയറ്റ് മുൻപിൽ കാണുന്ന പല കാഴ്ചകളും നമുക്ക് ഇവിടെ അന്യമാണ്. അതായത് ഒരു സമരപ്പന്തലോ ഒരു പ്രതിഷേധ മാർച്ചോ നമുക്ക് ഇതിൻ്റെ 7 അയലത്ത് കാണാൻ സാധിക്കില്ല. അതിനെല്ലാം വിലക്കുണ്ട് കർണാടക നിയമസഭാ മന്ദിരത്തിന് മുൻപിൽ. ഇവിടുത്തെ കാഴ്ചകൾ ഇങ്ങനെയൊക്കെയാണ്. ഇതൊരു വിനോദസഞ്ചാര അല്ലെങ്കിൽ ഒരു ടൂറിസം ഡെസ്റ്റിനേഷൻ എന്ന പേര് പോലെയാണ്. ആളുകൾ നോക്കുക, വിധാൻ സൗധ മന്ദിരത്തിന് മുൻപിൽ നിന്ന് സെൽഫി എടുക്കുന്ന തിരക്കിലാണ്. പരിസരമാകെ അതീവ ശുചിത്വം പാലിക്കുന്ന ഒരു മേഖല കൂടിയാണ് വിധാൻ സൗധ പരിസരം. കേരള സ്ട്രൈക്ക് ഇருக்கு, ഇங்கே സ്ട്രൈക്ക് ഇല്ല. ഇത് ഒന്നും ഇല്ല. അங்கே ടൂറിക്കാരൻ വരാങ്ക, വന്നിട്ട് പാത്തിട്ട് ഫോട്ടോ പിടിച്ചിട്ട് പോരാങ്ക. അതിനർത്ഥം കർണാടകയിൽ പ്രതിഷേധങ്ങൾ ഇല്ല എന്നല്ല. പ്രതിഷേധങ്ങൾക്ക് നിശ്ചിത സ്ഥലം ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതിലൊന്നാണ് ഫ്രീഡം പാർക്ക്. ഇവിടെ ഇതിന് 4 പുറത്തും ബാരിക്കേഡുകൾ ഉണ്ട്. പോലീസിൻ്റെ സുരക്ഷ അത് എല്ലായ്പ്പോഴും ഉണ്ടായിരിക്കും. ഈ കോമ്പൗണ്ടിനുള്ളിൽ മാത്രം ഒതുങ്ങി നിന്ന് പ്രതിഷേധങ്ങൾ രേഖപ്പെടുത്താം, മടങ്ങിപ്പോകാം. ഈ റോഡ് പോലും ഫ്രീഡം പാർക്കിൽ സമരം നടക്കുമ്പോൾ ബ്ലോക്ക് ആവില്ല. വലിയ ട്രാഫിക് റോഡാ, ബട്ട് ട്രാഫിക് ഫ്രീ ആയിട്ട് പോവുകയുള്ളൂ. സമരം ഉണ്ടെങ്കിലും ഫ്രീ ആയിട്ട് പോകും. എനിക്ക് തോന്നുന്നു കേരളത്തിന് ഇത് കൃത്യമായിട്ട് ഒരു അനുകരിക്കാവുന്ന ഒരു മാതൃകയാണ് അയൽ സംസ്ഥാനമായിട്ടുള്ള കർണാടക നമുക്ക് പകർന്നു തരുന്നത്. ബംഗളൂരുവിൽ നിന്നും KB ശ്രീധരൻ, മാതൃഭൂമി ന്യൂസ്.